ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഏത്തപ്പഴമൊക്കെ വീട്ടിൽ എപ്പോഴും പുഴുങ്ങിയും ഏത്തയ്ക്ക പൊരിയും ഒക്കെ ഉണ്ടാക്കിയല്ലേ കഴിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യത്യാസമായിട്ടൊരു സ്നാക്ക് കിട്ടും. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാം. ഒരു 2-3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 3 ഏത്തപ്പഴം നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം നമുക്ക് ശർക്കരയൊന്നും ചേർക്കാതെയും എടുക്കാൻ പറ്റും. ഞാനൊരു 3 ഏത്തപ്പഴമാണ് ഇതെടുത്തിരിക്കുന്നത്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാനാണ്. അതിന് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തിളപ്പിച്ച പാലെടുക്കണമെന്നൊന്നുമില്ല. പച്ചപ്പാലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഇത് വാർത്തെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. 1 കപ്പ് പാല് വേണം. പിന്നെ ഞാൻ അതിന് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിലും വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പച്ചറവ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ 1 കപ്പ് റവ എടുക്കാം. പിന്നെ നമ്മളതിന് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്തൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര അധികം നമുക്ക് യൂസ് ചെയ്യാതെ ഇരിക്കാം. ഇതുപോലെ 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചീകിയിട്ട് നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഏത്തപ്പഴം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് മിക്സിക്കകത്ത് നമുക്ക് അടിച്ചെടുക്കാം. നമുക്കൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഏത്തപ്പഴം കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ അടിക്കുമ്പോൾ നമ്മൾ പീസായിട്ടൊക്കെ കിടക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ശർക്കര എടുത്ത് വെച്ചിരിക്കുന്നതും അത് നമുക്കൊന്ന് കുറച്ചൊന്ന് പീസാക്കി ഇടാം. നമ്മൾ പാലൊഴിച്ച് അരയ്ക്കുന്നത് കൊണ്ട് നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പൊക്കോളും. തീരെ ചെറിയ പീസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മധുരമൊക്കെ നമ്മൾ ആവശ്യം അനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. നമ്മളിത് അരച്ച് കഴിഞ്ഞിട്ട് ഈ റവ ഒഴിച്ച് കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനൊരു കപ്പ് റവയല്ലേ ഉള്ളൂ. 3 ഏത്തപ്പഴം ആയതുകൊണ്ട് ഈ 2 പീസ് ശർക്കര മതിയാകുമായിരിക്കും. പഞ്ചസാര ഇട്ട് കൊണ്ടുവർക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാക്കാം. പഞ്ചസാരയാണ് ഒരു 4 വലിയ സ്പൂൺ ഇടണം. നമുക്കിപ്പോൾ ഈ പാലൊഴിച്ച് ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഇതുകൊണ്ട് പാലും ശർക്കരയും ഏത്തപ്പഴവും കൂടെ അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ പരുവത്തിൽ കിട്ടും. നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് റവ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ പീസൊക്കെ ഏത്തപ്പഴത്തിൻ്റെ നല്ലപോലെ മിക്സിക്കകത്ത് അടിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ റവ കുറേശ്ശെയായിട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. കെട്ടാതെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് തിക്കായിട്ടല്ല എടുക്കുന്നത്. നമ്മളൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ പരുവത്തിൽ വേണം എടുക്കാൻ. കുറേശ്ശെയായിട്ട് കുഴച്ച് നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പം ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, 1 പിഞ്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 2 ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടിയും ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. നമ്മൾ ഈ മധുരമുള്ള സാധനമൊക്കെ ഉണ്ടാക്കുമ്പം ഒരു നുള്ളു ഉപ്പ് ഇടുവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് നല്ലൊരു ബാലൻസ് ചെയ്യും. ഒരു നുള്ളു ഉപ്പും കൂടി ഇടാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഇതുകൊണ്ട് ബാറ്റർ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. റവയൊക്കെ നമ്മൾ ഇട്ടതൊന്ന് കുതിർന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമ്മൾ ഇതൊന്ന് ബാറ്റർ തിക്കുമായി വരും. നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായി വന്നത് കണ്ടോ. ആദ്യം നല്ലപോലെ ലൂസല്ലായിരുന്നു. ഇപ്പോൾ ഈ റവയൊക്കെ കുതിർന്ന് വന്നതുകൊണ്ടാണ് നല്ല തിക്കായിട്ട് വന്നത്. ഈ പരുവത്തിലിരുന്നാൽ മതി. ഒത്തിരി നീണ്ടുപോയാൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കുമ്പം നല്ലതുപോലെ ഇരിക്കുകയില്ല. നമുക്കിനി ഞാനൊരു കടയിൽ എണ്ണ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ഇടാം. റൗണ്ടായിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഈ ഷേപ്പിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് ഉണ്ടാക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ എടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിനാവോ ഒക്കെ വേവാതിരിക്കും. ഇതിങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് റെഡിയാക്കണം. 3-4 മിനിറ്റ് ഒരു സൈഡ് ഇട്ടാൽ മതിയാവും. സ്ലോ ഫ്ലെയിമിലല്ലേ, അപ്പം നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടും. നല്ലതുപോലെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം. ഈ പഴവും ഏത്തപ്പഴവും റവയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നില്ല, നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഇത്തിരി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് എടുക്കുവാണെങ്കിൽ കൂടുതലുള്ള എണ്ണ അങ്ങോട്ട് വലിഞ്ഞു പൊക്കോളും. ബാക്കിയുള്ളതും കൂടി നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈവനിങ് സ്നാക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.